നമസ്കാരം. ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ വിപ്ലവത്തിന്റെ ചുവപ്പ് പടർത്തി ഇന്ന് മെയ് 1. വിയർപ്പ് തുള്ളികൾ കൊണ്ട് ചരിത്രം രചിച്ചവർക്കും പണിയായുധങ്ങൾ കൊണ്ട് ഈ ലോകത്തെ നിർമ്മിച്ചെടുത്തവർക്കുമായി സമർപ്പിക്കപ്പെട്ട ഒരു ദിനം. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന അവകാശ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കി ഒരു തൊഴിലാളി ദിനം കൂടി. പുതിയ കാലത്തെ തൊഴിലിടങ്ങളിലെ ചൂഷണവും നിശബ്ദമാക്കപ്പെടുന്ന അവകാശ പോരാട്ടങ്ങളും തൊഴിലാളികൾക്ക് മുന്നിൽ ഇന്നും ചോദ്യചിഹ്നമാണ്. നേടിയെടുത്ത അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ജാഗ്രത പുലർത്തണമെന്ന് മെയ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധ്വാനിക്കുന്ന ഓരോ മനുഷ്യനും അഭിമാനപൂർവ്വം തൊഴിലാളി ദിനാശംസകൾ നേരുന്നു. നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി 3 നാൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് ഭരണം പിടിച്ചെടുക്കാമെന്നുറപ്പിച്ച UDF. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിൽ NDA. സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. മഴയെത്തിയതോടെ വൈദ്യുതി ഉപയോഗത്തിൽ കുറവ്. പശ്ചിമേഷ്യ അശാന്തം. ഇറാനിൽ ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന് വീണ്ടും ട്രംപ്. ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം 32 മരണം. പ്രത്യാക്രമണം നടത്തിയതായി ഹിസ്ബുള്ള. പൗരന്മാർക്ക് ഇറാൻ, ലബനൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി UAE. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രം പാട്രിയേറ്റ് ഇന്ന് തിയേറ്ററുകളിൽ. ഇരുവരും ഒന്നിക്കുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം. ലോകമെമ്പാടും 3000 സ്ക്രീനുകളിൽ പ്രദർശനം. കേരളത്തിൽ മാത്രം 500-ലധികം കേന്ദ്രങ്ങളിൽ റിലീസ്. IPL-ൽ ബംഗളൂരുവിന് 3ാം തോൽവി. ഗുജറാത്തിന്റെ ജയം 4 വിക്കറ്റിന്. ഇന്ന് രാജസ്ഥാൻ ഡൽഹി പോരാട്ടം. മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. കേരളത്തിന്റെ ജനവിധി അറിയാൻ കേവലം 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനം വന്ന എക്സിറ്റ് പോളും സാധ്യത കൽപ്പിച്ചതോടെ UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ തുടർഭരണം എന്ന പ്രതീക്ഷ ഇടതുപക്ഷവും കൈവിടുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇടതിന്റെ കണക്കുകൂട്ടൽ. BJPയും NDAയും ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനം NDA ക്യാമ്പിനെയും വലിയ ആവേശത്തിലാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഈ അവസാന ദിവസം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളിലൊക്കെ പറയുന്നത് വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലൊക്കെയാണ്. എങ്ങനെയാണ് ഈ അവസാന, ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് 4-ന് ഫലം അറിയാൻ കഴിയും. ഇപ്പോൾ ഈ അവസാന വട്ടത്തിലും എങ്ങനെയൊക്കെയാണ് ഈ മുന്നണികളുടെയൊക്കെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ? മായ, ഈ കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഒരു മുന്നണികളുടെ ഒരു പ്രതീക്ഷ, അതിനുശേഷം ഈ എക്സിറ്റ് പോൾ ഫലം കൂടി വന്നപ്പോൾ കേരള രാഷ്ട്രീയം കൂടുതൽ സജീവമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ഓരോ മുന്നണികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മുഴുവനായും ഈ 3 മുന്നണികളും ഈ എക്സിറ്റ് പോളിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഈ വിഷയത്തിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് UDF ക്യാമ്പ് ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യം, ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ വന്നിരിക്കുന്ന കണക്കുകൾ അത് മതിയാകാതെ വരും. അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ആ നിലയ്ക്കാണ് UDF ഈ എക്സിറ്റ് പോളുകളെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് അവർ അതിനെ കൂട്ടിയും പിഴിച്ചും പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായ രീതിയിൽ ഏകീകരിക്കപ്പെടുകയും അത് UDF അനുകൂലമായി തന്നെ പോൾ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എക്സിറ്റ് പോളുകളിൽ അല്ലെങ്കിൽ അവരുടെ ആ സർവേകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. അതും തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. ഒപ്പം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം
ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ് പല സർവേകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 85 അല്ലെങ്കിൽ 80-ൽ താഴെ സീറ്റുകൾക്കാണ് UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരിക്കും പല സ്ഥലങ്ങളിലും 10-20 സ്ഥലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെയും അവിടങ്ങളിലൊക്കെയും ഏതെങ്കിലും തരത്തിലൊരു 15 സീറ്റ് കൂടി മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഭരണ തുടർച്ച തന്നെ ഉണ്ടാകും. ആ നിലയ്ക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് LDF കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ NDA ക്യാമ്പും ഈ എക്സിറ്റ് പോൾ വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് എന്നതും എടുത്തു പറയണം. കാരണം 1 മുതൽ 14 വരെ സീറ്റുകൾ വരെ പ്രഖ്യാപിക്കുന്ന NDAക്ക് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള എക്സിറ്റ് പോളുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം ഇന്നലെ വന്ന ചാണക്യയുടെ ആ ഒരു എക്സിറ്റ് പോളിൽ അതൊരു തൂക്ക് സഭയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ NDAക്കും BJPക്കും അത് വലിയ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നിലയ്ക്ക് ഒരു വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇത്തവണ വോട്ട് ഷെയറിലും ഈ ഒപ്പം തന്നെ സീറ്റുകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും ഒരിക്കൽ പൂട്ടിപ്പോയ തങ്ങളുടെ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുമാണ് NDA ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും കണക്കുകൂട്ടലുകൾ തുടരട്ടെ, പ്രതീക്ഷകളും ഒക്കെ തുടരട്ടെ. ഇനി 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ്, കേരളത്തിലെ ജനത ആർക്കൊപ്പം നിന്നു എന്നുള്ളത്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരാനിരിക്കെ ബംഗാളിലാണെങ്കിൽ അർദ്ധരാത്രിയിൽ നാടകീയ രംഗങ്ങളൊക്കെയാണ് അരങ്ങേറിയത്. EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ അനുവാദമില്ലാതെ തുറന്നുവെന്ന ആരോപണവുമായി TMC രംഗത്തെത്തി. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ മമതാ ബാനർജി നേരിട്ടെത്തി. പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിക്കുന്ന നടപടിയായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ വിശദീകരണമായി പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിന്റെ വാഹനം തടഞ്ഞ് BJPയുടെ പ്രതിഷേധവും ഉണ്ടായി. നമുക്ക് മമതാ ബാനർജിയുടെ പ്രതികരണം കാണാം. इधर में स्टोर रूम है, तो आप लोगों को जानकारी है कि नेताजी इंडोर में CCTV पे हम पाए गए और बहुत सारे जगह में कि उधर में मैनिपुलेशन हो रहा है और बाहर का आदमी आके वो खुल रहा है, देख रहा है, पोस्टर बैलेट को इधर उधर कर रहा है। और देखने के बाद मैंने जब CCTV देखा टीवी में, तो मैंने सोचा मैं भी उधर देख के आऊँ। तो पहले तो सेंट्रल फोर्सेस मेरे को एंटर ही करने नहीं देते थे। उसका बाद पूछा किसी से, बोला नहीं हमको जाने का हक है, बिकॉज वो लोग पहले किसी को अंदर में ही जाने नहीं देते. लेकिन एज पर आवर इलेक्शन रूल्स, द कैंडिडेट एंड इलेक्शन एजेंट ऑफ एनी पार्टी इज अलाउड up to the sealed room, not inside the sealed room, but കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനാകെ 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലം വരും. എന്തൊക്കെയാണ് ഈ ബംഗാളിൽ അരങ്ങേറുന്നത്? തീർച്ചയായും നാടകീയ രംഗങ്ങൾ തന്നെയാണ് കൊൽക്കത്ത സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി അരങ്ങേറിയിട്ടുള്ളത്. മായ ചൂണ്ടിക്കാട്ടിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 2 ദിവസങ്ങൾ, കേവലം 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 4-ാം തീയതി രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനു മുൻപായി ഇന്നലെ ഈ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾ അനധികൃതമായി തുറന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ സൗത്ത് കൊൽക്കത്തയിലെ സഖാവത്ത് മെമ്മോറിയൽ സ്കൂളിലെ സ്ട്രോങ് റൂമിലെത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം നടത്തുകയും ഈ മുൻപിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലായി തടിച്ചെത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അനധികൃതമായി ഈ സ്ട്രോങ് റൂമുകൾ തുറന്നു, അത് ചില കൾ നടത്താനുള്ള ഉദ്ദേശമാണുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മമതാ ബാനർജി വ്യക്തമാക്കിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും അറിയിക്കാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ട്രോങ് റൂമുകൾ തുറക്കുകയായിരുന്നു, അത് തടയാനാണ് എത്തിയത് എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. മമതാ ബാനർജി തന്നെ മത്സരിക്കുന്ന ഭവാനിപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം എന്തെന്നാൽ പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്നതിനായാണ് ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ മാത്രമാണ് തുറന്നത്. അതിന് CCTV ദൃശ്യങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എത്തണമെന്ന് കാണിച്ചുകൊണ്ട് ഇമെയിലിലൂടെ അറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടികൾ പാലിച്ചുകൊണ്ടാണ് സ്ട്രോങ് റൂമുകൾ തുറന്നത്. അനാവശ്യമായ പ്രതിഷേധമാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. BJPയും വലിയ പ്രതിഷേധമായി എത്തുകയും തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുകയും മണത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ തോൽവി ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അനാവശ്യ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് നടത്തുന്നത് എന്ന പ്രതികരണമാണ്
നേതാക്കൾ നടത്തിയിട്ടുള്ളത്. ജിഷ്ണു, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മമതാ ബാനർജിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറെ നാളുകളായി നമ്മൾ കാണുന്നതൊക്കെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിശദീകരണം ഈ മമത അംഗീകരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ ആ കാര്യത്തിൽ പ്രതികരിക്കുന്നത്? മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് BJPയും ഒത്തുചേർന്നുകൊണ്ട് ചില ക്രമക്കേടുകൾ വോട്ടിംഗ് മെഷീനിൽ നടത്തുന്നു. തെരഞ്ഞെടുപ്പ് നടപടികളിലെല്ലാം തന്നെ അതിൽ ഈ കേന്ദ്ര സേനയെ വിന്യസിച്ച കാര്യത്തിലും CRP വിന്യസിച്ച കാര്യത്തിലും തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചത് മുതൽ തന്നെ മമതാ ബാനർജി കമ്മീഷനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിലും മമതാ ബാനർജിയുടെ നേരത്തെ നമ്മൾ കേട്ടതാണ്. മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിക്കുകയാണ്, BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് മറുപടിയായി BJP നൽകുന്നതാകട്ടെ ഇത്തവണ തോൽവി ഉറപ്പായതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യ പ്രശ്നങ്ങൾ മമതാ ബാനർജി ഉണ്ടാക്കുന്നത്. തോൽവിയുടെ പഴി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുകളിൽ ചാരാനുള്ള തന്ത്രമാണ് മമതാ ബാനർജി തൃണമൂലം നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമായി നടക്കുമ്പോൾ അതിനോട് സഹകരിക്കാതെ ഇത്തരത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണം നടന്നിട്ടുള്ളത്. ഏതായാലും കനത്ത സുരക്ഷയാണ് ബംഗാളിലുടനീളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ ശേഷവും ബംഗാളിൽ ഒരുക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ രീതിയിൽ അക്രമങ്ങൾ സംഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ വിധി തൃണമൂൽ കോൺഗ്രസിനെതിരാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന IB റിപ്പോർട്ടും നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, കേന്ദ്രസേനയെ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ വോട്ടിംഗ് മെഷീനിൽ കേട് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചു, ആവശ്യമായ സ്ട്രോങ് റൂമുകൾ തുറന്നു എന്നാരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത്. ശരി, എന്തായാലും അർദ്ധരാത്രിയിലും നാടകീയ സംഭവങ്ങളൊക്കെയാണ് ബംഗാളിൽ അരങ്ങേറിയിരിക്കുന്നത്. EVM സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ അനുവാദമില്ലാതെ തുറന്നുവെന്ന ആരോപണവുമായാണ് ഈ മമതാ ബാനർജിയും പ്രവർത്തകരുമൊക്കെ രംഗത്തെത്തിയത്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ ഒരു ആക്രമണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അമേരിക്കൻ സെൻട്രൽ ഫോഴ്സ് വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലടക്കം അമേരിക്ക തുടരുന്ന ഉപരോധം അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തെത്തി. ഇതുവരെ ഇറാന്റെ ക്ഷമ എന്താണെന്ന് ലോകം കണ്ടു, എന്നാൽ ഇനിയും ഞങ്ങൾക്ക് ക്ഷമിക്കാനാകില്ല. നാവിക ഉപരോധം തുടരുന്നത് ക്ഷമിക്കാൻ ഇറാന് കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നാവിക ഉപരോധവും യുദ്ധവും തന്നെയാണെന്നും ഇനിയും തുടർന്നാൽ കടുത്ത തീരുമാനമെടുക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഈ ഒരു സംഘർഷ ഭീതിയെ തുടർന്ന് പൗരന്മാർക്ക് 3 രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് UAE. ഇറാൻ, ലബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പാടില്ലെന്ന് UAE പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിലുള്ള എല്ലാ UAE പൗരന്മാരും ഉടൻ തന്നെ മടങ്ങണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഇത്തരമൊരു നിർദ്ദേശമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വർദ്ധിപ്പിച്ചു. UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തും. ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും UAEയിലെ വിവിധ എമിറേറ്റുകളിലേക്കും ജിദ്ദ, റിയാദ്, ദമാം എന്നീ സൗദി നഗരങ്ങളിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ദുബായിൽ നിന്നും കണ്ണൂർ, അബുദാബിയിൽ നിന്നും കൊച്ചി, കോഴിക്കോട്, ഷാർജയിൽ നിന്നും കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് വിമാന സർവീസുകളുണ്ട്. കൂടാതെ റാസൽ ഖൈമയിൽ നിന്നും കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും അലൈനിൽ നിന്നും കോഴിക്കോട്ടേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഗൾഫിലെ അവധിക്കാലം തുടങ്ങാനിരിക്കെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചത് പ്രവാസികൾക്ക് ആശ്വാസകരമാണ്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിയും കാറ്റും ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. എബി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. എബി, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 2 ദിവസമൊക്കെ ആയിട്ട് വേനൽ മഴ വലിയൊരു ആശ്വാസമാണ് എല്ലാവർക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുന്നറിയിപ്പുകളൊക്കെ?
ഇന്നലെ ശക്തമായ രീതിയിലുള്ള മഴ ആരംഭിച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തെ പാലോട് ഭാഗത്ത് 113 മില്ലിലിറ്റർ മഴ ലഭിച്ചു എന്നുള്ളതാണ് കണക്ക് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2-ാം തീയതി വരെ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. നാളെ അതുമായി ബന്ധപ്പെട്ട് 7 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താപനിലയിൽ വലിയ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നമ്മൾ തുടർച്ചയായി 40 ഡിഗ്രിക്ക് മുകളിലേക്കൊക്കെ തന്നെ താപനില എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ 39 ഡിഗ്രി ആണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ കോട്ടയത്ത് 38 ഡിഗ്രിയും 36 ഡിഗ്രിയും ഇന്നലെ കോട്ടയത്ത് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പതിവിൽ 3 ഡിഗ്രി മുകളിലാണെങ്കിൽ പോലും ഈ മഴ പെയ്തതുകൊണ്ട് തന്നെ ഒരു വലിയ ആശ്വാസം ജനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ മഴ തുടർന്നും ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഈ തമിഴ്നാടിന് മുകളിൽ ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടുകയും അത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ വേനൽ മഴ ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടിയും കാറ്റും ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം ആളുകൾ എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഒപ്പം തന്നെ 50 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മായ, ഈ മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഈ വൈദ്യുതി ഉപയോഗത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായും വൈദ്യുതിയുടെ ഉപയോഗത്തിലും അത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട് KSEB അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ പവർ കട്ട് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മഴ പെയ്തപ്പോൾ തന്നെ അന്തരീക്ഷം തണുക്കുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് കുറവും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും KSEB ചൂണ്ടിക്കാണിക്കുന്നു. വൈകുന്നേരത്തെ വൈദ്യുതി ഉപഭോഗത്തിലും വലിയ രീതിയിലുള്ള കുറവ് ഇത്തവണ ഈ 2 ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 10:30 അതിന്റെ കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ KSEB പുറത്തുവിടുമായ. ശരി, എന്തായാലും സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നുണ്ട്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. മലയോര മേഖലകളിലും മഴ ശക്തമാകുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ലക്ഷ്മിയുണ്ട്. ലക്ഷ്മി, ഈ വേനൽ മഴ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഈ വടക്കൻ മലബാറിലൊക്കെയാണ് വലിയ രീതിയിലുള്ള ഒരു മഴ ചൂടൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ കണ്ണൂർ, മലപ്പുറം, അതുപോലെ തന്നെ പാലക്കാട്, കാസർഗോഡൊക്കെ തുടങ്ങിയ ജില്ലകളിൽ വലിയ രീതിയിലുള്ള ചൂടൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മലയോര മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയുണ്ട് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യുന്നുണ്ടോ? മായ, ഇന്നലെ രാത്രിയോടെ തന്നെ അതിശക്തമായ മഴയാണ് മലയോര മേഖലകളിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 37 ഡിഗ്രി ആയിരുന്നു ചൂട് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ഒരു മഴ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2 ദിവസങ്ങളിലായിട്ട് തന്നെ കോഴിക്കോടുള്ള മലയോര മേഖലകളിൽ, അതായത് മുക്കം, കൂടരഞ്ഞി പോലുള്ള മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെയാണ് കോഴിക്കോട് നഗരത്തിൽ ചെറിയ രീതിയിലുള്ള മഴ ലഭിക്കുന്നത്. അത് ആളുകൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ ഒരു മഴയുടെ സാഹചര്യത്തിൽ പലയിടങ്ങളിലും ചെറിയ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കൂടുതൽ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും മഴ എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മായ, ശരി, എന്തായാലും വേനൽ മഴ തീർച്ചയായും എല്ലാവർക്കും ആശ്വാസമാണ്. നമ്മൾ ഈ നല്ല വലയുന്ന ചൂടിൽ നമ്മൾ വെന്തുരുകുമ്പോൾ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഈ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പക്ഷിമൃഗാദികളുടെ കാര്യവും അതുപോലെ തന്നെയാണ്. പാലക്കാട് നിന്നുള്ളൊരു വാർത്തയാണ്. ഈ പൊള്ളുന്ന ചൂടിൽ പക്ഷികൾക്ക് കരുതലാകുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചാണ്. ഈ നഗരത്തിൽ പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളം നിറച്ച 100 മൺചട്ടികളുടെ ഉറികളാണ് ഒരുക്കിയിട്ടുള്ളത്. 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുടിവെള്ള ഉറികൾ ഒരുക്കിയിട്ടുള്ളത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ഉരുകുകയാണ് ജനങ്ങൾ. മനുഷ്യർക്ക് മാത്രമല്ല വേനൽ വെല്ലുവിളിയാകുന്നത്. മറ്റ് പക്ഷിമൃഗാദികളും വേനൽ ചൂടിൽ പൊള്ളുകയാണ്. ഈ വേനൽക്കാലത്ത് 100 കണക്കിന് കിളികൾക്ക് കുടിവെള്ളം നൽകുകയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിലെ അംഗങ്ങൾ. പാലക്കാട് നഗരസഭയുടെ പിന്തുണയോടുകൂടിയാണ് മരങ്ങളിൽ കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത് ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ വിവിധ ഇനങ്ങളിലുള്ള 100 കണക്കിന് കിളികളാണ് എത്താറുള്ളത്. മരങ്ങളിൽ തൂക്കിയിടുന്ന 100 മൺചട്ടികളിലും
100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബിന്റെ പ്രവർത്തകർ മഴക്കാലം എത്തുന്നതുവരെ എല്ലാ ദിവസവും കിളികൾക്ക് കുടിക്കാൻ വെള്ളം നിറയ്ക്കും. ഈ ഇന്നത്തെ കൊടും ചൂടിൽ ദാഹജലം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അംഗങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇമ്മീഡിയറ്റ് തന്നെ ഈ പക്ഷികൾക്കെല്ലാം നമ്മൾക്കുള്ള മാതിരി തന്നെയുള്ള ദാഹജലങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ആ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ക്ലബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന എല്ലാവരും കൂടിയിട്ട് 100 ഉറികൾ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ കൈവരിക്കുന്നത്. അതായത് മാട്ടുമന്ത മുതൽ വിക്ടോറിയ ജംഗ്ഷൻ വരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള നടത്തക്കാരുടെ സംഘടനയാണ് 100 ഫീറ്റ് വാക്കേഴ്സ് ക്ലബ്. കടുത്ത വേനലിൽ മനുഷ്യരെ പോലെ വലിയ ബുദ്ധിമുട്ടിലാണ് മറ്റു ജീവജന്തുജാലങ്ങളും. എന്നാൽ ഈ വേനലിനെ അതിജീവിക്കാൻ അവയ്ക്ക് കരുത്തു പകരുകയാണ് കുറച്ചു മനുഷ്യർ. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്. ഈ ചൂടിനൊപ്പം നമ്മളെ ആശങ്കപ്പെടുത്തിയതാണ് ഈ പാമ്പ് കടി അതുമൂലമുണ്ടാകുന്ന മരണവും പലയിടങ്ങളിലായി പാമ്പുകളെ കാണുന്നതെന്നൊക്കെ. അപ്പോൾ ഒരു പരിശീലനവും ആവശ്യമില്ലാതെ ഏതൊരു സാധാരണക്കാരനും ഇനി എളുപ്പത്തിൽ പാമ്പിനെ പിടികൂടാം. വയർലെസ് സ്നേക്ക് ക്യാച്ചിങ് ഡിവൈസ് എന്ന ഉപകരണത്തിന് ജന്മം നൽകിയിരിക്കുകയാണ് കുട്ടനാടിൻ്റെ സ്വന്തം ശാസ്ത്രജ്ഞനായ ഋഷികേശ്. ഇനി പാമ്പിനെ എങ്ങനെ പിടികൂടാമെന്നല്ലേ നമുക്ക് റിപ്പോർട്ട് കാണാം. ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ലായിരിക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ഈ ചൂടുകാലത്ത് തണുപ്പ് തേടിയെത്തുന്ന പാമ്പുകൾ ഈ കെണിയിൽ ഒരുപക്ഷെ അകപ്പെട്ടേക്കാം. തീർച്ച. മുഹമ്മദ് സ്വദേശി ഋഷികേശിൻ്റെ ഈ പുതിയ കണ്ടെത്തൽ നൽകുന്ന ഉറപ്പാണത്. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ആകുലതകൾ നിറഞ്ഞ സ്റ്റാർട്ടിംഗ് സമയത്തെ തലവേദനയ്ക്ക് ഉത്തമ പരിഹാരം കണ്ടെത്തിയ ഋഷികേശ് നൽകുന്ന ഉറപ്പ്. പാമ്പിനെ എങ്ങനെ സേഫായിട്ട് വനംവകുപ്പിന് കൈമാറാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കിയത്. കാരണം ഇതിപ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു പൈപ്പിലേക്ക് പാമ്പ് കയറുമ്പോൾ സൈറൻ വരുന്നു, ദൂരെ വയർലെസ് സൈറൻ വരുന്നു. ആ ഒരു മെത്തേഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ പൈപ്പുകളിലും മാളങ്ങളിലും കയറിയിരിക്കാനുള്ള പാമ്പുകളുടെ പ്രവണതയെ ഉപയോഗപ്പെടുത്തിയാണ് അവയെ സുരക്ഷിതമായി പിടികൂടി വനം വകുപ്പിന് കൈമാറുവാൻ സാധ്യമാകുന്ന വിധത്തിൽ വയർലെസ് സ്നേക്ക് ക്യാച്ചിങ് ഡിവൈസ് എന്ന പേരിട്ടിരിക്കുന്ന ഈ നവീന ഉപകരണം വികസിപ്പിച്ചത്. ഉപകരണത്തിലെ പൈപ്പിനുള്ളിലേക്ക് പാമ്പ് കയറുന്ന അതേ സമയത്ത് തന്നെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന റിസീവറിൽ സൈറൻ മുഴങ്ങി അറിയിപ്പ് നൽകും. പൈപ്പിൻ്റെ മറ്റേ അറ്റത്തുള്ള ഭാഗത്ത് കറുത്ത തുണി കൊണ്ടുള്ള 1 മീറ്റർ നീളമുള്ള ഒരു സഞ്ചിയും ഉണ്ടാകും. ഈ സഞ്ചിയിലേക്ക് കയറുന്ന പാമ്പിനെ സാധാരണ റെസ്ക്യൂമാർ ചെയ്യുന്നത് പോലെ സുരക്ഷിതമായി ലോക്ക് ചെയ്യാം. പൈപ്പിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച 2 സെൻസറുകൾ ഉള്ളതിനാൽ പാമ്പ് കയറിയെങ്കിൽ മാത്രമേ സൈറൻ പ്രവർത്തിക്കുകയുള്ളൂ. സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു മെക്കാനിക്കൽ 2 സ്വിച്ചുകളാണ് വെച്ചിരിക്കുന്നത്. അത് ഒരടിയോളം അകത്തിയാണ് വെച്ചിരിക്കുന്നത്. അതായത് പാമ്പ് കയറി വരുമ്പോഴത്തേക്കും ആ പാമ്പിന് നീളമുള്ളത് കൊണ്ട് പാമ്പ് കയറിയെങ്കിൽ മാത്രമേ ഈ 2 സ്വിച്ച് ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിലേക്ക് സിഗ്നൽ ഈ ട്രാൻസ്മിറ്ററിലേക്ക് വരികയുള്ളൂ. അപ്പോൾ എലിയോ തവളയോ കയറുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് വർക്ക് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാമ്പ് തന്നെയാണ് കയറി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനും സാധിക്കും. ഉപകരണത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒരു ട്രാൻസ്മിറ്റർ സെക്ഷനും ഒരു റിസീവർ സെക്ഷനും. പാമ്പ് പൈപ്പിനുള്ളിൽ കയറിയാൽ ഉടൻ തന്നെ സെൻസറിൽ നിന്നും ശക്തിയേറിയ റേഡിയോ സിഗ്നലുകളെ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്നു. ഈ സിഗ്നലുകൾ 300 മീറ്റർ പരിധിക്കുള്ളിൽ വരെ ലഭ്യമാകും. ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിറ്ററുകൾ ഈ റിസീവറിൽ ഘടിപ്പിക്കാമെന്ന പ്രത്യേകതയും ഈ ഉപകരണത്തിനുണ്ട്. അങ്ങനെ പോളശല്യത്തിന് പരിഹാരം കണ്ടെത്തിയ ഋഷികേശ് പുതിയ പ്രതിസന്ധിയിലും കുട്ടനാട്ടുകാർക്ക് ആശ്വാസമാവുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. വർഗബോധവും ആത്മാഭിമാനവും ഉള്ളവരായി ലോകത്തെ തൊഴിലാളി വർഗം ഉയർത്തെഴുന്നേൽറ്റതിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ദിവസം. 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയാണ്. ചരിത്ര പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ് തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി രക്തം ചിന്തിയ വിപ്ലവ സമരങ്ങളുടെ ദിനം. പോരാട്ടങ്ങൾക്ക് മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിയ ദിനം. 1886 അമേരിക്കയിലാണ് മെയ് ദിനത്തിന്റെ ഉദ്ഭവമെന്നാണ് ചരിത്രം. തങ്ങളുടെ അവകാശങ്ങൾക്കായി ഒരു സംഘം തൊഴിലാളികൾ ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ ഒത്തുകൂടി. മുദ്രാവാക്യ വിളിയുമായി മാർച്ച് നടത്തി. പോലീസ് തടഞ്ഞതോടെ മാർച്ച് അക്രമാസക്തമായി. പിന്നീട് ലാത്തിച്ചാർജും വെടിവയ്പും. ഒട്ടേറെ തൊഴിലാളികൾ രക്തസാക്ഷികളായി. ആ സമരത്തിന് പിന്നാലെ തൊഴിലാളികൾ വീണ്ടും ലോകത്തിന്റെ പലയിടത്തുമായി സംഘടിക്കാൻ തുടങ്ങി.
ക്രൂരമർദ്ദനങ്ങൾക്കും തോക്കിൻമുനകൾക്കും മുൻപിൽ മുട്ടുമടക്കാതെ അവർ പോരാടി. തൊഴിലാളികളുടെ സംഘശക്തിക്ക് മുന്നിൽ അധികാര കേന്ദ്രങ്ങൾ തകർന്നടിയാൻ തുടങ്ങി. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ലോകം മുഴുവൻ മുഴങ്ങി തുടങ്ങി. 1889 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തിൽ പാരീസിലെ ലോക തൊഴിലാളി കോൺഗ്രസിലാണ് മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കാനുള്ള നിർദ്ദേശം ആദ്യമായി ഉയരുന്നത്. ഷിക്കാഗോയിലെ തൊഴിലാളി സമരം നടന്ന് 3 വർഷത്തിനു ശേഷമായിരുന്നു അത്. 1892 ജനീവയിൽ അന്തർദേശീയ സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ മെയ് 1 തൊഴിലാളി ദിനമായി പ്രമേയത്തിലൂടെ അംഗീകരിക്കപ്പെട്ടു. തൊഴിലാളി ദിനത്തിൽ അവധി നൽകാനും പിന്നീട് തീരുമാനമായി. ഇന്ത്യയിൽ 1923 മെയ് 1 മുതലാണ് തൊഴിലാളി ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളുമെല്ലാം തൊഴിലാളികൾ പൊരുതി നേടിയതാണ്. പോരാട്ട വിജയത്തിന്റെ സ്മരണയായി മെയ് ദിനം ആചരിക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ അവർ സംതൃപ്തരാണോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും ചൂഷണം തുടരുന്നുണ്ട്. അവകാശങ്ങളും തൊഴിലും രണ്ടല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാകട്ടെ ഇത്തവണത്തെ മെയ് ദിനം. ന്യൂസ് ഡെസ്ക്, അമൃത TV. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന പാട്രിയറ്റ് ഇന്ന് തിയേറ്ററുകളിലെത്തും. രാവിലെ 9:15 കൊച്ചിയിൽ സിനിമയുടെ റിലീസ്. വൻ താരനിരയുമായി എത്തുന്ന ചിത്രത്തെ വരവേൽക്കുന്നതിന്റെ ഒരു ആവേശത്തിലാണ് പ്രേക്ഷകരുള്ളത്. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കാഴ്ച എത്തുകയാണ്. ഒപ്പം വമ്പൻ താരനിര കൂടിയുണ്ട്. എങ്ങനെ വലിയ ആവേശത്തിലായിരിക്കുമല്ലേ പ്രേക്ഷകർ? ആളുകളൊക്കെ തിയേറ്ററിലേക്ക് എത്തി തുടങ്ങിയോ? മായ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ഒരു സിനിമയാണ് ഇന്ന് തിയേറ്ററിലേക്ക് എത്തുന്നത്. രാവിലെ 9:15 സിനിമയുടെ റിലീസ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന സിനിമ എന്നതോടൊപ്പം തന്നെ ഇതിൽ വലിയൊരു താരനിര തന്നെയാണുള്ളത്. ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്ക ബോബനുണ്ട്, നയൻതാരയുണ്ട്, ദർശന രാജേന്ദ്രൻ, ഇങ്ങനെ രേവതി അടക്കമുള്ള ഇങ്ങനെ വലിയൊരു താരനിരനെ തന്നെ അണിയിച്ചൊരുക്കിക്കൊണ്ടാണ് ഈ സിനിമ ഏതായാലും വരുന്നത്. മാത്രവുമല്ല ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ മറ്റ് സാങ്കേതിക കാര്യങ്ങളിൽ അടക്കം വലിയൊരു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് പാട്രിയറ്റിനെ സംബന്ധിച്ച് ഉള്ളത്. ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നത്. ഇന്ന് തിയേറ്ററിലേക്ക് സിനിമ എത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ 9:15 ആദ്യത്തെ ഷോ നടക്കുന്നത്. എറണാകുളത്ത് വനിതാ വിനിത തിയേറ്ററിൽ ഇവിടെ 3 തിയേറ്ററുണ്ട്. 3 തിയേറ്ററിലും ഈ 9:15 സമയത്ത് ഷോ ഉണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ ടിക്കറ്റുകളൊക്കെ എല്ലാം തന്നെ വിറ്റഴിഞ്ഞ ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ടിക്കറ്റുകൾ കിട്ടാൻ കഴിയാത്തൊരു അവസ്ഥ. ഏതായാലും ആളുകൾ ഇപ്പോൾ ഈ രാവിലെ ഇപ്പോൾ 7:30 കഴിയുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഏതായാലും ആളുകൾ തിയേറ്ററിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ഇനി വരും നിമിഷങ്ങളിൽ ആളുകൾ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ ഇതിന്റെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ സമയത്ത് മമ്മൂട്ടി നേരിട്ട് പങ്കെടുക്കുന്ന പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഈ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളിലൊക്കെ അടക്കം വലിയ ഒരു രീതിയിൽ തന്നെ പ്രേക്ഷകർ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും സ്പൈ ത്രില്ലറാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാളത്തിൽ ഇത്രയും വലിയൊരു സാങ്കേതിക മികവോടുകൂടി തന്നെ തയ്യാറാകുന്ന ഒരു ചിത്രം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരത്തിൽ രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായി മാറും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. നേരത്തെ തന്നെ ഈ സിനിമയുടെ ഈ അനൗൺസ്മെന്റ് ഒക്കെ നടന്നപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ ഇതിൽ ആരൊക്കെ ഉണ്ടാകും, എങ്ങനെയൊക്കെ ആയിരിക്കും ഈ സിനിമ എന്നുള്ളൊരു കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർ എല്ലാം തന്നെ പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോൾ തിയേറ്ററിലേക്ക് സിനിമ എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ തിയേറ്റർ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ വരും നിമിഷങ്ങളിൽ തന്നെ തിയേറ്റർ തുറന്ന് പ്രവർത്തിക്കും. ആ സമയത്തോടു കൂടി തന്നെ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, തീർച്ചയായും മമ്മൂട്ടി, മോഹൻലാൽ ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയോടെ, അവർ മാത്രമല്ല ഒരു വമ്പൻ താരനിര ഇതിലുണ്ട്, ഇതിന് പിന്നിലുണ്ട്. സാങ്കേതിക പ്രവർത്തകരൊക്കെ തന്നെ പ്രഗത്ഭരാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് സിനിമാ പ്രേക്ഷകരൊക്കെ. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പങ്കുവച്ചിരുന്നു. അപ്പോൾ എല്ലാവരും റിലീസ് ദിവസം തന്നെ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു. മോഹൻലാൽ അമേരിക്കയിൽ വെച്ചാണ് സിനിമ കാണുക, മമ്മൂട്ടി ബാംഗ്ലൂർ വെച്ചും ഈ സിനിമ കാണും. അത്തരത്തിലുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ അവർ ഉണ്ടായിരുന്നു. എന്തായാലും പ്രേക്ഷകരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണ്.
ചൂടുകുരു, ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻ, ചർമ്മത്തിൽ അലർജി മുതലായ പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ സംസാരിക്കുന്നു. നമുക്ക് അത് കാണാം. ഞാൻ ഡോക്ടർ വിനീത വർഗീസ്, അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറാണ്. ഇത് വേനൽക്കാലമാണല്ലോ. വേനൽക്കാലത്ത് പല ചർമ്മരോഗങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ചും ചർമ്മരോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ മിലേറിയ എന്നൊക്കെ ഞങ്ങൾ പറയും. എന്താണ് പ്രിക്ലി ഹീറ്റ്? നമുക്ക് നല്ലോണം വേർക്കും. ഈ കാലാവസ്ഥയിൽ നല്ലോണം വേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വേർപ്പ് കെട്ടി നിന്നിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ രോമകൂപങ്ങൾ അടയുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വെറ്റ് ഗ്ലാൻസും സ്വെറ്റ് ഡക്റ്റും, അതായത് സ്വെറ്റ് ഗ്ലാൻസിനൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതൊക്കെ അടഞ്ഞിട്ട് സ്കിന്നിൽ കുരു പോലെ പൊങ്ങി വരുന്നതാണ് ഈ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ മിലേറിയ എന്ന് പറയുന്നത്. അത് നല്ല ചൊറിച്ചിലുണ്ടാക്കും. നല്ലോണം ചൊറിഞ്ഞു കഴിയുമ്പോൾ ചിലരുടെ ദേഹത്ത് ചുമന്ന് തടിച്ചു വരികയും പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം നല്ലോണം സ്കിൻ റാഷ്, അലർജി പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇതിനൊരു പ്രിവെൻഷനായിട്ട് പലപ്പോഴും നമുക്ക് തണുത്ത വെള്ളം ദേഹത്ത് പിടിക്കുക, കോൾഡ് കംപ്രസ്സസ്, തുണിയെ മുക്കി തണുത്ത വെള്ളം പിടിക്കുക, പിന്നെ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ഇടുക, ഒരുപാട് നേരം ശരീരത്തിൽ വേർപ്പ് കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാം. അല്ലാണ്ട് നല്ല റാഷ് ഉള്ളവർ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം, ബോയിൽസ് അല്ലെങ്കിൽ ചൂടുകുരു എന്നൊക്കെ പറയുന്നത്. അതായത് ഈ രോമകൂപത്തിൽ തന്നെ ചിലപ്പോൾ സ്കിന്ന് കുരു പോലെ ആവുക, ഇൻഫെക്ഷൻ പോലെ ആവുക. അതിനെ ഫോളിക്കുലൈറ്റിസ് എന്നൊക്കെ പറയും. പിന്നെ നല്ല കുരു വന്ന് സ്കിന്നിന് ചുറ്റും, രോമകൂപത്തിന് ചുറ്റും സ്കിന്നും കൂടെ തടിച്ചു വരുന്നതിന് ഫറങ്കിൾസ് അല്ലെങ്കിൽ വലിയ ബോയിൽസ് ഒക്കെ ഉണ്ടാവാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ സ്വെറ്റ് ഡക്റ്റിൻ്റെ അവിടെ ബ്ലോക്ക് വന്നിട്ട് പെരിപോറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ ഇൻഫെക്ഷൻ വരും. ഇതൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേർപ്പ് തങ്ങി നിന്നിട്ട്, പ്രത്യേകിച്ച് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്കിലാണ് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഇടുകയാണെങ്കിൽ മടക്കുകളിൽ, ആംപിറ്റ്സിൽ, തൈസിൻ്റെ അവിടെയൊക്കെ ചൊറിഞ്ഞിട്ട് ചുമന്ന പാടുകൾ വരെ. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോമൺലി റിംഗ് വേം എന്ന് പറയും. ഇത് കാണുന്നത് എന്നു വെച്ചാൽ ചുമന്ന റൗണ്ട് റിംഗ് പോലത്തെ പാടുകളായിട്ടാണ് കാണുന്നത്. വേർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഇത് വളരെ കൂടുതൽ വരും. ഇത് ഏർലി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ദേഹത്ത് മൊത്തം പടരുകയും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിന് ഇത് വരാനും ഒക്കെ ഉള്ള, ഒരാളിൽ നിന്ന് ഒരാൾക്ക് പടരാനും ഉള്ള സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ പലപ്പോഴും നമുക്ക് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് മെഷറായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ആൾക്കാർ ഫാർമസി പോയി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന്, അതൊക്കെ കൂടുതലും ട്രിപ്പിൾ കോമ്പിനേഷൻസ് ആയിരിക്കും. ഫംഗലും സ്റ്റീറോയിഡും ആൻറ്റിബാക്ടീരിയ എല്ലാം കൂടെ ഉള്ള ഒരു ട്രിപ്പിൾ കോമ്പിനേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ഇറാഷണൽ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ അപ്പോഴത്തെ ചൊറിച്ചിലും ചുമപ്പൊക്കെ മാറും. പക്ഷേ പിന്നെയും അത് കുറച്ച് കഴിയുമ്പോൾ കൂടാനും വ്യാപിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ ഒരുപാട് നാൾ സ്റ്റീറോയിഡ് സ്കിന്നിൻ്റെ മടക്കുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ സ്കിന്നിൻ്റെ കട്ടി കുറയും. നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് റെസിസ്റ്റൻസ് വരിക എന്ന് പറയും. അസുഖത്തിന് റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ സാധാരണ കോഴ്സ് ഓഫ് മെഡിസിൻസ് അതിനെ ഏൽക്കാതെ വരും. അപ്പം 2 ആഴ്ചത്തേക്കുള്ള മരുന്നാണ് നമ്മുടെ പ്രിസ്ക്രൈബ് ഡ്യൂറേഷൻ എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് 3-4 മാസമൊക്കെ മരുന്ന് കൊടുത്താലേ ഇത് കുറഞ്ഞു വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസും വരും. അതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർ ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂറേഷൻ, ചിലപ്പോൾ 1 മാസം എടുക്കേണ്ടി വരും, ചിലപ്പോൾ 2 മാസം എടുക്കേണ്ടി വരും. അത് ആൾക്കാർ തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് എടുക്കുക. സ്റ്റീറോയിഡ് അടങ്ങിയ മെഡിസിൻസ് പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡിനും ഷോർട്ട് കട്ടിനും വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. കോട്ടയം മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പള്ളിപ്പാന ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തരും അനുജ്ഞ വാങ്ങി കാപ്പുകെട്ടിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദേവിയുടെ കയ്യിൽ സ്വർണ്ണ കാപ്പുകെട്ടി ആരംഭിച്ച ചടങ്ങുകൾ മെയ് 10-നാണ് സമാപിക്കുക. പാലാഴി മഥന സമയത്ത് ആലസ്യത്തിലായ മഹാവിഷ്ണുവിനെ ഉണർത്തുന്നതിനു വേണ്ടി ശിവപാർവതിമാർ പാടിയതാണ് പള്ളിപ്പാന എന്നറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യന്റെ നിർദ്ദേശപ്രകാരം പരമശിവൻ വേലനായും പാർവതിദേവി വേലത്തിയായും അവതരിച്ച് പാട്ടുപാടി മഹാവിഷ്ണുവിനെ ഉണർത്തിയെന്നാണ് ഐതിഹ്യം. ഇതിന്റെ പുനരാവിഷ്കാരമാണ് അനുഷ്ഠാന ചടങ്ങായ പള്ളിപ്പാന. ദേവിയുടെ കയ്യിൽ സ്വർണ്ണക്കാപ്പ് കെട്ടുന്ന ചടങ്ങിൽ പങ്കെടുത്തവർ ക്ഷേത്രസന്നിധി വിട്ടു പോകാതെ 12 ദിവസത്തെയും ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നതാണ് ആചാരം.
12 ദിവസമായി നടക്കുന്ന ഈ ചടങ്ങുകളിൽ 18ഓളം കർമ്മങ്ങൾ നടക്കുകയാണ്. മാന്നാർ VK ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ മുഖ്യ കാർമ്മികനായി എത്തിയിട്ടുള്ളത്. മണർകാട് ഭഗവതി ക്ഷേത്രത്തിൽ മെയ് 10 വരെയാണ് പള്ളിപ്പാന നടക്കുന്നത്. കുഴിബലി, പട്ടടബലി, നിണബലി, പഞ്ചഭൂതബലി, ആഴിബലി, കിടങ്ങുബലി, മറുകുബലി, പീഠബലി, ഓതിയൊഴിക്കൽ, വലിയ അടവിവരവ്, കൈലാസത്തെ സങ്കല്പിച്ച് കൂമ്പുബലി എന്നിങ്ങനെയാണ് വിവിധ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകൾ. 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന പനയടി എന്ന വഴിപാടാണ് പള്ളിപ്പാനയിലെ പ്രധാന ദോഷപരിഹാര ചടങ്ങ്. അതായത് 12 വർഷം കൂടി ഇരിക്കുമ്പം നാടിനും അതുപോലെ ആ നാട്ടിൽ വസിക്കുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്കും പിന്നെ ആരാധനാമൂർത്തിയായിട്ടുള്ള ദേശദേവത ഭഗവാനും ഭഗവതി, അപ്പോൾ ഇവർക്ക് ബാധിച്ചിരിക്കുന്ന കാലനാമദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാര ദുഷ്കൃതങ്ങൾ, ഇങ്ങനെയുള്ള ദുഷ്കൃതങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് പള്ളിപ്പാന നടത്തുന്നത്. നിഴൽക്കൂത്ത്, ഗണപതി ഉത്ഭവം, നരസിംഹ അവതാരം, ദശാവതാരം, കുചേലമോക്ഷം, ഭരതം കഥ, സന്താനഗോപാലം, വിഷ്ണുവിൻ്റെ പിണിപ്പാട്ട് തുടങ്ങിയവയാണ് പറകൊട്ടിപ്പാട്ടിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ. ആദ്യ ദിനത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ സാക്ഷിയാക്കിയാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തിയത്. അവസാന ദിനമായ മെയ് 10 പൊറനാടിയെ പുറംകളത്തിൽ ഗുരുതി കഴിക്കുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ ചാലക്കുടി ക്രസന്റ് പബ്ലിക് സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭൂപടത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന ആക്ഷേപം. രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ജമ്മു കശ്മീർ, ലഡാക്ക് മേഖലകൾ വികലമായി ചിത്രീകരിച്ചിരിക്കുന്നുവെന്നാണ് പരാതി. സ്കൂൾ മാനേജ്മെന്റിനെ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള അതിർത്തി മേഖലകളുടെ ആകൃതി യഥാർത്ഥ ഭൂപടത്തിലേതുപോലെ കൃത്യമല്ലെന്നാണ് പ്രധാന പരാതി. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ വളരെ ലളിതമായാണ് ഇതിൽ വരച്ചു ചേർത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന്റെ ഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിലാണ് ഈ ചിത്രീകരണമെന്നും ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അറിവ് പകർന്നു നൽകുന്നതിനായി സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ ഭൂപടത്തിലാണ് ഈ അപാകത. തെറ്റായ ഭൂപടം കുട്ടികളിൽ തെറ്റായ അറിവ് നൽകാൻ കാരണമാകുമെന്ന രക്ഷിതാക്കളും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നു. 1000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്, CBSE സ്ഥാപനമാണ് നമ്മളുടെ ക്രസന്റ് സ്കൂള്. ഈ ക്രസന്റ് സ്കൂളിൽ കുറച്ച് കാലങ്ങളായി തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ് ഫ്രണ്ടിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടത്തിൽ ഇന്ത്യനെ വികലമായി ചിത്രീകരിച്ച ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാനേജ്മെൻറ്റിനെ അറിയിക്കണ്ടായി. പക്ഷെ അവർ ഇത് 1 വർഷത്തിലേറെയായി ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്തരം ചെറിയ തെറ്റുകൾക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയാതെ വന്ന തെറ്റുകളാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ തെറ്റുകൾ അങ്ങനെ തന്നെ അതേപടി തുടരുമ്പോൾ അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, അത് ഒരു വളർന്നു വരുന്ന തലമുറയുടെ ചിന്തകളിൽ പോലും ഇത്തരം വിദ്വേഷത്തിൻ്റെ വിത്തുപാകുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. വിഷയത്തിൽ പ്രതിഷേധം ശക്തമായതോടെ സ്കൂൾ അധികൃതർ ഭൂപടത്തിൽ തിരുത്തലുകൾ വരുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെന്നാണ് പരാതി. അമൃത ന്യൂസ്, തൃശൂർ. ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ കാരുണ്യ മറൈൻ ആംബുലൻസ് ബേപ്പൂർ മത്സ്യബന്ധന ഹാർബറിൽ ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. കാലാവധി കഴിഞ്ഞിട്ടും ലൈസൻസ് പുതുക്കാൻ കരാർ കമ്പനി തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ കടലിൽ വെച്ച് അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ തൊഴിലാളികൾ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് രക്ഷകരാകേണ്ടതാണ് കാരുണ്യ മറൈൻ ആംബുലൻസ്. എന്നാൽ ഇതിന്റെ ഫിറ്റ്നസ് ഇതുവരെയും പുതുക്കി നൽകിയിട്ടില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് 6 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാരുണ്യ മറൈൻ ആംബുലൻസ് 2021 ജനുവരിയിലാണ് ബേപ്പൂരിലെത്തുന്നത്. മലബാർ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ആംബുലൻസ് കൊണ്ടുവന്നതെങ്കിലും പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യാതെ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ്. ഇതിനിടെ കഴിഞ്ഞ നവംബറിൽ ആംബുലൻസിന്റെ ഫിറ്റ്നസ് കാലാവധിയും അവസാനിച്ചു. ആംബുലൻസ് പണി മുടക്കിയെങ്കിലും താൽക്കാലിക രക്ഷാബോട്ട് സംവിധാനം പോലും ഒരുക്കാത്തതാണ് ഭീഷണിയാകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു.
കരാറുകാരന് ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത് മത്സ്യത്തൊഴിലാളിക്കോ ബോട്ട് ഉടമകൾക്കോ അനുബന്ധ മത്സ്യത്തൊഴിലാളിക്കോ ഒരു ഉപകാരമില്ലാതെ ഒരു 2 ജീവൻ നമുക്ക് നഷ്ടപ്പെട്ട് നമുക്കതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും എന്തെങ്കിലും സർക്കാർ ചെയ്യാനോ പിടിക്കാനോ ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ നിമിഷം വരെ ഒരു പെയിൻറ്റോ ഒരു രീതിയിലുള്ള സാധനവും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഒരു 5-6 ആളുകളെ തൊഴിലിനെടുത്തിട്ട് ഇവരിതിനുള്ളിൽ വരാൻ കിടന്നുറങ്ങാൻ പോവുക. എഞ്ചിൻ തകരാറിലായതോടെ ആംബുലൻസിന്റെ വേഗതയും കുറഞ്ഞു. ഇതോടെ അപകടത്തിൽപ്പെടുന്നവരെ പെട്ടെന്ന് കരയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകാനുള്ള സാധ്യതയും മങ്ങി. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഓടിയെത്തണേൽ ഒരുപാട് സമയങ്ങളെടുക്കും. ഈ സിസ്റ്റം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഈ സംഭവം. ഈ ഫ്രീസറും മറ്റു കാര്യങ്ങളെല്ലാ സമയം ഇതൊന്നും നമുക്ക് സ്പീഡാണ് വേണ്ടി. ആംബുലൻസ് ഇല്ലാത്തതിനാൽ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടക്കുന്നുണ്ടെന്ന് ചീഫ് എഞ്ചിനീയർ സുനിൽ കുമാർ പറഞ്ഞു. അശാസ്ത്രീയ ഫിഷിംഗ് എന്നുവെച്ചാൽ ലൈറ്റ് ഫിഷിംഗ്, ഡബിൾ നെറ്റ് ഫിഷിംഗ് എന്നുവെച്ചാൽ ഒരു നെറ്റിന് 2 വെസൽ വെച്ച് ഫിഷിംഗ്, അതിന് ബുൾ ട്രോളിംഗ്, അല്ലെങ്കിൽ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മത്സ്യസമ്പത്തിനെ തകർക്കുന്നതാണ്. ഇപ്പം തന്നെ ഒരുപാട് സാധനങ്ങളില്ല. ഞങ്ങൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴക്കാലം എത്തുന്നതോടെ അപകട സാധ്യതയും വർദ്ധിക്കും. അതിനു മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ തയ്യാറായിട്ടില്ലെങ്കിൽ സമര നടപടികളിലേക്ക് കടക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം പുതിയ തലത്തിലേക്ക്. VD സതീശനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നതോടെ ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. പ്രസ്താവനയിൽ KC ചെന്നിത്തല വിഭാഗങ്ങൾക്ക് അതൃപ്തിയുള്ളതായാണ് സൂചന. അതേസമയം സതീശന് പിന്തുണ നൽകി മുന്നോട്ട് പോകാൻ തന്നെയാണ് ലീഗിന്റെ തീരുമാനം. AB ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. AB, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അപ്പോൾ വിജയിക്കുക, അത് 100% ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക സ്വാഭാവികമൊക്കെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് അവിടെ നിന്നൊക്കെ കടന്നൊരു പടി കൂടി മുന്നിലാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകളാണ്. ഇപ്പോൾ ആ മുഖ്യമന്ത്രി ചർച്ചകൾ തന്നെ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും VD സതീശനെ ലീഗ് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം, ഉറപ്പാണ് KC വിഭാഗവും ചെന്നിത്തലയും ഒക്കെ അതിന് എതിർപ്പുമായി എത്തും. അത് ഉറപ്പാണ്, സ്വാഭാവികമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ മുന്നണിയിലെ? മായ, ഈ ചരിത്രത്തിൽ ഒരിക്കലും തന്നെ ഇല്ലാത്തൊരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ഘടകകക്ഷികൾ നടത്താത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെയും വിഘാതമായിക്കൊണ്ടാണ് ഇപ്പോൾ ലീഗ് ആ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. സ്വാഭാവികമായും ഈ MLA-മാരുടെ പിന്തുണ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും KC വേണുഗോപാലിന് തന്നെയാണ് അത്തരത്തിൽ MLA-മാരുടെ ഒരു പിന്തുണ ലഭിക്കാൻ സാധ്യതയെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അത് കാരണം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തന്നെയാണ് സീറ്റുകൾ നൽകുകയും ആ നിലയ്ക്ക് ഇലക്ഷന് മുമ്പേ ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും KC ആ നിലയ്ക്ക് തന്നെയാണ് നടത്തിക്കൊണ്ട് വന്നതും. അതിനുശേഷം ഒപ്പം ഈ VD സതീശന് ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ MLA-മാരുടെ ഭാഗത്തു നിന്നും ലഭിക്കില്ല എന്നുള്ള ഒരു പൊതു ചർച്ചയും നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിൻ്റെയൊക്കെയും അവസാനമാണ് ഇത്തരത്തിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട്, അതായത് എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണമേ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർവേയിൽ പറഞ്ഞത് പ്രധാനമായും കോൺഗ്രസ് നേതാക്കളിൽ VD സതീശൻ തന്നെയായിരുന്നു ഏറ്റവും മുൻഗണന, അല്ലെങ്കിൽ അദ്ദേഹമായിരുന്നു ഈ ഒരു അധിക മാർക്ക് മേടിച്ച് മുന്നിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതാണ് ലീഗ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ലീഗിൻ്റെ വെറും ഏതെങ്കിലും ഒരു നേതാവല്ല എന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് എന്നതും എടുത്തു പറയണം. തങ്ങളാണ് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും സ്വാഭാവികമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ, പലതരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെയും ഈ 3 നേതാക്കളും അവരെ കൊണ്ടാകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അണികളെ കൊണ്ടൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഇതിലൊരു ചർച്ചാ വിഷയമാക്കി നിർത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയും അവസാനം പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം നൽകുകയും ചെയ്തിരുന്നു. അതിനൊക്കെയും അവസാനമാണ് ഇത്തരത്തിൽ ലീഗിൻ്റെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബാക്കിയുള്ള ഘടകകക്ഷികളൊന്നും തന്നെ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും സതീശന് പിന്തുണ നൽകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായും ആ നിലയ്ക്ക് ഈ MLA-മാരുടെ പിന്തുണ ഇല്ലെങ്കിലും ഇത്തരത്തിൽ ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളുടെ, ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ പിന്തുണ നേടിക്കൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിൽ മുന്നോട്ട് വരിക അല്ലെങ്കിൽ മുന്നേറുക എന്ന് തന്നെയാണ് സതീശൻ പക്ഷത്തിൻ്റെ ഒരു തീരുമാനം. ഇത് സതീശന്
നൽകുന്ന ഒരു മൈലേജ് ചെറുതല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പോരാട്ടത്തിൽ എന്ന് പറയുന്നത്. എന്തായാലും KC വേണുഗോപാൽ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായും UDF-ലെ വലിയ ഘടകകക്ഷിയായ ലീഗ് തന്നെ ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുമ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട തർക്കം മുറുകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. എബിയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് കൂട്ടിയത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, എങ്ങനെയൊക്കെയാണ് വില നിലവാരം? പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് വാണിജ്യ പാചക വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഈ വാണിജ്യ തലത്തിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന് 993 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടിയും 19 കിലോ സിലിണ്ടറിന് വില പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ 3071 രൂപയും മുംബൈയിൽ 3024 രൂപയുമായി ഉയർന്നിട്ടുണ്ട്. ഒറ്റയടിക്കാണ് 993 രൂപ നിലവിൽ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 3ാം തവണയാണ് പാചകവാതക സിലിണ്ടറിന് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആദ്യം 100 രൂപയും പിന്നീട് 200 രൂപയും ഇപ്പോൾ 993 രൂപയുമാണ് സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഹോട്ടലുകളിൽ വിലയിൽ വ്യത്യാസം വരാനുള്ള വലിയ സാധ്യതയാണ് മുൻകൂട്ടി കാണേണ്ടത്. ഇതിനോടകം തന്നെ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന പരാതി പല ഹോട്ടൽ ഉടമകളും മുൻപോട്ട് വയ്ക്കുകയും അത്തരത്തിലൊരു പരാതി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവ് കൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹോട്ടലുകളിൽ വില വർധനവിന്റെ സാധ്യതയുണ്ട്. അതേസമയം പെട്രോൾ ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ശരി, വാണിജ്യ വാതക സിലിണ്ടറുകളുടെ വിലയാണ് ഇപ്പോൾ കൂട്ടിയത്. 993 രൂപയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. നൂറ്റാണ്ടുകളായി കൈമാറി വന്ന പരമ്പരാഗത നെയ്ത്ത് രീതിയാണ് തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ നീലയൂർ കൈത്തറി മേഖലയ്ക്കുള്ളത്. കോട്ടൺ സാരികൾ നെയ്യുന്നതിൽ വിദഗ്ധരാണിവർ. കാണാം നീലയൂരിലെ നെയ്ത്ത് വിശേഷം. മധുര നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന നിലയൂർ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കൈത്തറി നെയ്ത്ത് കേന്ദ്രമാണ്. ഗ്രാമത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും നെയ്ത്താണ് ഉപജീവനമാർഗം. വൈവിധ്യമാർന്ന നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള തുണിത്തരങ്ങളാണ് ഇവിടെ നെയ്യുന്നത്. തിളക്കമുള്ളതും ഈട് നിൽക്കുന്നതുമായ കസവ് ബോർഡറുകൾ ചേർത്ത മുണ്ടുകളും സാരികളും ഇവരുടെ പ്രത്യേകതയാണ്. നിലയൂരിലെ നെയ്ത്തിന്റെ മറ്റൊരു പ്രത്യേകത മധുര സുങ്കിടി പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്നതാണ്. തുണിയിൽ ചെറിയ കെട്ടുകളിട്ട് ചായം മുക്കിയെടുക്കുന്ന ടൈ ആൻഡ് ഡൈ രീതിയാണ് പ്രധാനമായും പിന്തുടരുന്നത്. സാരികളിലും മുണ്ടുകളിലും പരമ്പരാഗതമായ ജാമിതീയ രൂപങ്ങൾ, പൂക്കൾ, മയിൽ തുടങ്ങിയവ നെയ്തെടുക്കുന്നതിൽ ഇവിടുത്തെ നെയ്ത്തുകാർ വിദഗ്ധരാണ്. പ്രകൃതിദത്തമായ ചായങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ള ഡൈയിങ് രീതികളും ഉപയോഗിക്കുന്നതുകൊണ്ട് നിലയൂർ തുണിത്തരങ്ങൾക്ക് പെട്ടെന്നൊന്നും നിറം മങ്ങിപ്പോകില്ല. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ നിലയൂർ കൈത്തറിക്ക് വിപണിയുണ്ട്. ഇതൊക്കെയാണെങ്കിലും വസ്ത്രങ്ങൾക്കുള്ള നിറവും പ്രൗഢിയും ഒന്നും ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതത്തിലില്ല. எங்களுக்கு சம்பளம் உயர்ந்தாதான் நமக்கு இந்த தொழில் பண்ண கொஞ்சம் இதாட்டா இருக்கும். Governments, both central and state governments, take steps to give loans with subsidy or without interest loan. That's why they give means we fulfill our needs and we get good life. ധാരാളം പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. നൂൽ, ചായം തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചെങ്കിലും തുണികൾക്ക് വില വർധനവുണ്ടായിട്ടില്ല. കുറഞ്ഞ ചിലവിൽ തുണി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രത്തറികൾ കൈത്തറി മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ആലപ്പുഴയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 22കാരനും 20കാരിക്കും ദാരുണാന്ത്യം. ദേശീയപാതയിൽ വണ്ടാനത്ത് ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. ആർത്തുങ്കൽ അരീപ്പറമ്പിൽ കളത്തിൽപ്പറമ്പിൽ ബിനുവിന്റെ മകൻ അഖിൽ കൃഷ്ണ, ചേർത്തല കുറുപ്പംകുളങ്ങര മട്ടുമ്മവെളിയിൽ സുനിൽദാസിന്റെ മകൾ അച്ചു എസ് ദാസ് എന്നിവരാണ് മരിച്ചത്. ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് തിരിയവേ ബൈക്കിൽ ലോറി തട്ടിയെന്നാണ് പ്രാഥമികമായി വരുന്ന വിവരം. നിലത്ത് വീണ പെൺകുട്ടിയുടെ തലയിലൂടെ ലോറിയുടെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. പെൺകുട്ടി തൽക്ഷണം മരിക്കുകയായിരുന്നു.
വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അഖിൽ കൃഷ്ണന്റെ ജീവനും രക്ഷിക്കാനായില്ല. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അച്ചു എസ് ദാസ്. സംഭവത്തിൽ പുന്നപ്ര പോലീസ് കേസെടുത്തു. 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് വിളംബര ജാഥയോടെ തുടക്കമായി. 4 ദിവസത്തെ സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ മെയ് 3 വരെയാണ് ഹിന്ദു മഹാസംഗമം. ഇത്തരം സെമിനാറുകളുടെ ഉദ്ദേശം ആ രംഗത്ത് ശക്തി തെളിയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രത്തോട് അവരുടെ കടപ്പാട് എന്താണ് എന്നുകൂടി മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ്. രാഷ്ട്രശക്തി സ്ത്രീശക്തിയിലൂടെ, രാഷ്ട്രശക്തി യുവശക്തിയിലൂടെ എന്നുള്ളതായിരിക്കും അതിന് മുന്നോട്ട് വയ്ക്കാനുള്ള മോട്ടോ. രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. 16 ഭിന്നശേഷിക്കാർക്ക് സ്വയം പര്യാപ്തരാകാൻ വേണ്ട സഹായങ്ങൾ നൽകും. സാംസ്കാരിക സംഗമങ്ങൾ, പ്രഭാഷണങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റിന്റെ ജയം. 156 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 15.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 18 പന്തിൽ 43 റൺസ് നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഗുജറാത്തിന്റെ ടോപ്പ് സ്കോറർ. ജോസ് ബട്ട്ലർ 19 പന്തിൽ 39 റൺസ് എടുത്തു. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ബംഗളൂരു 19.2 ഓവറിൽ എല്ലാവരും പുറത്തായിരുന്നു. IPL-ൽ ഇന്ന് 2 മത്സരങ്ങളാണ്. രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 6 ജയവുമായി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. അതേസമയം 7ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. രാത്രി 7:30 മുതൽ ജയ്പൂരിലാണ് മത്സരം. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.